ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡിഫൈ. എല്ലാ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കൾക്കും സുഖം തന്നെയല്ലേ? ഓണമൊക്കെ എല്ലാവർക്കും അടിപൊളിയായിരുന്നു. നല്ല സീസൺ ആയിരുന്നു. ഒരുപാട് വർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത സീസൺ വരുന്നു. ഡിസംബർ ജനുവരി അതിനേക്കാട്ടും നല്ല സീസണാണ്. ഞാൻ പറയാൻ വരുന്നത് വേറൊന്നുമല്ല. നമ്മളിപ്പം ഓരോ സീസണിലും 2-3 മാസം മുമ്പേ തന്നെ ഇപ്പോൾ എല്ലാവരും വർക്ക് ബുക്ക് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും നല്ല നല്ല ഫോട്ടോഗ്രാഫേഴ്സിന് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പല വെഡ്ഡിങ് കമ്പനികൾക്കും 4-5 മാസം മുമ്പ് തന്നെ വർക്ക് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് കമ്പനിയിലുള്ള ആൾക്കാർ പല നല്ല നല്ല ഫോട്ടോഗ്രാഫേഴ്സിനെ വീഡിയോഗ്രാഫേഴ്സിനെ സെലക്ട് ചെയ്ത് അവരെ നമ്മൾ ആ സമയത്ത് തന്നെ, അതായത് വർക്ക് എപ്പോൾ കൺഫേം ആവുന്ന ആ ടൈമിൽ തന്നെ എല്ലാവരും വിളിച്ച് ഡേറ്റുകൾ കൺഫേം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുവന്നൊരു പ്രവണതയാണ് ഈ ഏറ്റവും തിരക്കുള്ള ഡേറ്റുകളിൽ തലേന്ന് അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ വിളിച്ച് പല വർക്കുകളിൽ നിന്നും പല ആൾക്കാർ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നത്. കാരണം ഇതൊരു പാഷനായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യില്ല. വീടിൻ്റെ തൊട്ടടുത്തൊരു വർക്ക് അല്ലെങ്കിൽ ഭയങ്കര ഹൈ പ്രൊഫൈൽ വർക്ക് ഒക്കെ വരുമ്പോൾ പല ആൾക്കാരും ആദ്യം ബുക്ക് ചെയ്ത ആളുടെ വർക്കിൽ നിന്ന് മാറി വേറൊരു വർക്കിലേക്ക് പോകുന്നൊരു പ്രവണത. അത് ശരിയല്ല. ഒട്ടുമിക്ക ആൾക്കാരും ഇത് ശരിയായ നടപടിയല്ല. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈ നമ്മുടെ ജോലിയായിട്ട് കണ്ടിത് മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ ഈ ഒരു പ്രൊഫഷൻ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോയാലേ നമുക്ക് നാളെ വർക്കുകൾ കിട്ടത്തുള്ളൂ, നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ മാക്സിമം ഒറ്റപ്പെടുത്തുക, അവരെ ഈ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടാക്കുക. അല്ലെങ്കിൽ ഈ ഫീൽഡ് നശിച്ചു പോകും. കാരണം ഈ തലേന്നൊക്കെ പെട്ടെന്ന് ഒരാളെ സെലക്ട് ചെയ്ത് നല്ലൊരു വർക്കിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അത് ഓരോരുത്തർക്കും അവരവരുടെ വർക്ക് വലുതാണ്, വിലപ്പെട്ടതാണ്. അപ്പം തലേന്ന് വേറെ വലിയ വർക്കുകൾ വന്നെന്നോ അല്ലെങ്കിൽ വേറെ പൈസ കൂടുതൽ കിട്ടുന്ന അതൊക്കെ ചീത്ത ഒരു പരിപാടിയാണ്. നിങ്ങൾ അതിൽ നിന്നെല്ലാം മാറുക. നമ്മുടെ പ്രൊഫഷൻ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന ജോലിയോടൊരു കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കൂ. എനിവേ താങ്ക് യു സോ മച്ച്.